നല്ല പടം കേട്ടോ. ഒരു സ്ത്രീകൾക്ക് പ്രാധാന്യം ഇല്ലെന്ന് പറയരുത്, അതുപോലെ ഫുൾ സ്ത്രീ പ്രാധാന്യമുള്ള സിനിമ. ഇതിന്റെ പേര് തന്നെ മന്ദാകിനി. മന്ദാകിനി എന്ന് എല്ലാവർക്കും കേൾക്കുമ്പോൾ അറിയാം, യൂട്യൂബ് ഒക്കെ കാണുന്നവർക്ക് അറിയാം. പ്രശസ്ത ഒരു ബ്രാൻഡിന്റെ പേരാണ്. ഏതായാലും കൊള്ളാം, നല്ല സിനിമ. ഒരു സ്ത്രീപാദനം ഫുൾ കോമഡിയാണ് എന്നിട്ട് അവസാനം വരെ. എന്നിട്ട് അവസാനം സ്ത്രീപാദനം നല്ലൊരു പടം. മെയിൻ ഒരു ഫീമെയിൽ ബേസ്ഡ് പടം കേട്ടോ. പടം നല്ല പടമാണ്. അതൊരു കോമഡി മൂഡിലിരുന്ന് കാണാവുന്ന നല്ലൊരു പടം. പിന്നെ അനാർക്കലി ആയാലും അതിൽ അൽത്താഫ് ആയാലും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. എന്തായാലും കുഴപ്പമില്ല. കൊള്ളായിരുന്നു. സിമ്പിൾ ആയിട്ടുള്ള ഒരു കഥയാണ്, വലിയ ഇതൊന്നുമില്ല. 5 ഡയറക്ടർമാര് ഒരുമിച്ച് അഭിനയിച്ച ഒരു ചിത്രമാണ്. നമ്മുടെ ലാൽ ജോസ് സാറ്, അതേപോലെ തന്നെ അജയ് വാസ്തവ് സാറ്, അൽതാഫ് സലീം, ജൂഡ് ആന്റണി ജോസഫ്. കോമഡി അത്യാവശ്യം ഫുൾ കോമഡി തന്നെയാണ്. സിമ്പിൾ ആയിട്ടുള്ള സംഭവമാണ്, ഭയങ്കര ഇതായിട്ടൊന്നുമില്ല. എന്നാലും നമുക്ക് കണക്ട് ആവുന്ന രീതിയിൽ ചെയ്തത്. കോമഡിയാണ്, ട്രൂ കോമഡിയാണ്. ചെറുതായിട്ട് പടം എന്റർടൈനർ ആണ്. കുറെ പാട്ടുകളും ഒക്കെ ആയിട്ട് നല്ലൊരു മൂവിയാണ്. സോ എല്ലാവരും പോയി കാണുക. നല്ല റിവ്യൂസ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കോമഡിയാണ്. അടിപൊളി തകർത്തു. നാർക്കലി ഓരോ ഈച്ച് ആൻഡ് എവറി വൺ അതിനകത്ത് തകർത്തിട്ടുണ്ട്. 4 ലേഡീസ് ഉണ്ട്. അതിന്റെ സർപ്രൈസ് ഒന്നും ഞാൻ പറയുന്നില്ല. ബട്ട് 4 പേര് അടിപൊളിയായിട്ടുണ്ട്. എല്ലാ കാസ്റ്റും അടിപൊളിയായിട്ട് ചെയ്തു. സൂപ്പർ വർക്ക്ഔട്ട് ആയി. പൊളി കോംബോ. താങ്ക് യു. നൈസാണ്. അത്യാവശ്യം കോമഡി പരിപാടികളൊക്കെ ഉണ്ട്. ഭയങ്കര ഒരു ഫൺ ട്രാക്കിൽ പോകുന്ന പരിപാടിയാണ്. എന്റർടൈനറാണ്. എല്ലാ ആൾക്കാർക്കും ഫാമിലി പോകും. സൂപ്പർ പടമാണ്. അടിപൊളി കോമഡി. നല്ല ഫിലിമാണ്. അത് എല്ലാരും കണ്ടിട്ട് പറയൂ. ഞങ്ങള് അഭിനയിച്ചതിനെ കഴിഞ്ഞും സ്ക്രീനിൽ കണ്ടപ്പോ ഇറ്റ്സ് എ ഡിഫറെന്റ് എക്സ്പീരിയൻസ്. അടിപൊളിയുണ്ടായിരുന്നു. എല്ലാരും വന്ന് കണ്ടിട്ട് അഭിപ്രായം പറയും. നമ്മളില്ലാത്ത സീനുകളിലെ കോമഡികൾ നമുക്ക് കാണുമ്പോൾ നമ്മളത് കണ്ടിട്ടില്ലല്ലോ. അപ്പൊ അങ്ങനെ കാണുമ്പോ പോലും ചിരി ഉണ്ടാവുന്നുണ്ടായിരുന്നു. ഞാൻ ഇതില് ആക്ടറാണ്. അപ്പം നിങ്ങള് കണ്ടു കാണുമെന്ന്. രസമായിരുന്നു. നമ്മള് തിയേറ്ററിൽ നമ്മള് പുറത്ത് ഷൂട്ട് ചെയ്യുന്ന സമയത്തുള്ള ഒരു എക്സ്പീരിയൻസ് അല്ല തിയേറ്ററിൽ വിഷ്വലി അത് കാണുന്ന സമയത്ത്. ഇറ്റ് വാസ് ഗ്രേറ്റ്. മ്യൂസിക്കും അതിന്റെ എല്ലാം ഭയങ്കരമായിട്ട് ഓരോ ക്യാരക്ടറിനെ ഭയങ്കരമായിട്ട് എൻഹാൻസ് ചെയ്തു. ഭയങ്കരമായിട്ട് അതിനെ കുറെ കൂടെ ഹയർ ലെവലിലേക്ക് കൊണ്ടുപോയി എന്നാ തോന്നുന്നു. നമ്മൾ വിഷ്വലി അവൻ ഷൂട്ട് ചെയ്ത സമയത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് കമ്പയർ ചെയ്യാം. എൻജോയ്ഡ് ഇറ്റ് കംപ്ലീറ്റ്ലി. ഐ തിങ്ക് ഓഡിയൻസ് എല്ലാവരും ചിരിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. ചിരിക്കാൻ പറ്റിയതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ സക്സസ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. ഇത് എല്ലാ കൈൻഡ് ഓഫ് ഓഡിയൻസിനും കാണാൻ പറ്റുന്ന ഒരു ഫിലിമാണ്. എല്ലാവരും ഡെഫിനറ്റ്ലി തിയേറ്ററിൽ വന്ന് കാണണം, എൻജോയ് ചെയ്യണം. നല്ലതായിരുന്നു. ഞാൻ പിന്നെ എന്താ ഞാൻ പറഞ്ഞു തീർക്കട്ടെ. നല്ലതായിരുന്നു. നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു. എനിക്കിഷ്ടായി. ഞാൻ അഭിനയിച്ചോളവും കൂടെ ആയതുകൊണ്ടായിരിക്കും ഉറപ്പായിട്ട് ഇഷ്ടാവുമല്ലോ. ഇനിയുള്ള ഷോസിൽ നിന്നും മനസ്സിലാക്കാം. സോറി, അടിപൊളി മൂവി ആയിരുന്നു. കോമഡി ഓൺ ടോപ്പ് നോച്ച്, വെൽ ആർട്ടിക്കുലേറ്റഡ്, അടിപൊളി എന്റർടൈനിങ് ആണ്. ഫാമിലി ആയിട്ട് എല്ലാവരും വരാ, കാണുക, ടു വാച്ച് സ്പോട്ട്. ഗ്രേറ്റ്. അഖിലിന്റെ പെർഫോമൻസ് കണ്ട് ഐ എം സോ ഹാപ്പി. ഫുൾ കാസ്റ്റ്, അനാർക്കലി, അൽതാഫ് എല്ലാവരും അടിപൊളിയായിരുന്നു. I stopped watching because this season it's crap. That's why അത് കണ്ടിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇഷ്ടമല്ല ഈ സീസൺ. I don't like the casting. ഇല്ല, അടി ആയതുകൊണ്ടല്ല, കാസ്റ്റിംഗ് കോണ്ടന്റ് ക്വാളിറ്റി ഭയങ്കര കുറവായതുകൊണ്ട് I don't think there is point of watching such a shit show. So yeah, thank you so much. അടിപൊളിയാണ്.